കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തൊരു റെസിപ്പിയായിരുന്നു ബട്ടർ ചിക്കൻ പാസ്ത. അതിന് വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ് ബെഷമൽ സോസ് പാസ്ത. നമ്മളൊരു പക്ഷേ മുൻപ് കഴിച്ചിട്ടില്ലാത്തൊരു പാസ്തയായിരിക്കും ഇത് ആക്ച്വലി ഒരു ഷെഫിൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ബെഷമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്രഞ്ച് ക്യൂസൈൻ്റെ മദർ ഓഫ് സോസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മോശമാണ്, കാരണം നമ്മുടെ വീട്ടിലെ കോമൺ ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ആൽഫ്രെഡോ പാസ്തേൻ്റെ ഒരു ടൈപ്പാണ്. അല്ല കേട്ടോ. ആൽഫ്രെഡോ സോസ് എന്ന് പറയുമ്പോൾ ക്രീം ബേസ്ഡ് സോസ് ആണെങ്കിൽ ബെഷമൽ മിൽക്ക് ബേസ്ഡ് സോസാണ്. ബെഷമൽ സോസിന് വൈറ്റ് സോസ് എന്ന് അറിയപ്പെടും. എന്തായാലും നമുക്ക് റെസിപ്പിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പാസ്ത കുക്ക് ചെയ്യാണ്. മാക്കറോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ചോയ്സിൽ ഏത് പാസ്ത എടുക്കാം. വെള്ളവും ഉപ്പും ഓയിലും ഒഴിച്ചെടുത്തിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മാക്കറോണി ഇട്ടിട്ട് കുക്ക് ചെയ്യാം. കുക്കായെന്ന് ഉറപ്പ് വരുത്തിയാൽ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിലിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു പാൻ എടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോൺലെസ് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് മസാല പൗഡേഴ്സ്, അതായത് ഗരം മസാല പൗഡർ, റെഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ഒറിഗാനോ, സോൾട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള ബെഷമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, കോമൺ ഇൻഗ്രീഡിയൻസ്, അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാനിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഒരു ഹാഫ് ഓണിയൻ്റെ മുകളിൽ ഇതേപോലെ ബേ ലീഫ് ഒഴിച്ചു കൊടുക്കുക. 3 ഗ്രാമ്പു അതിൻ്റെ മുകളിൽ സ്റ്റഡ് ചെയ്തിട്ട് പാൽ തിളക്കുന്നതിന് മുന്നേ തന്നെ പാലിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പാല് തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ഓണിയൻ്റെ ഒരു സെറ്റിനെ എടുത്ത് മാറ്റാൻ തിളയ്ക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ അപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടാവും പാലിലോട്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു 1/2 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് 1/4 കപ്പ് മൈദപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ. ആ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് പാല്, നേരത്തെ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ, ബാച്ച് ബൈ ബാച്ച് ആക്കി ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ലംസ് ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പതിയെ ഒഴിച്ചു കൊടുത്താൽ മതി പാല്. എന്നിട്ട് ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് ബെഷമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. അത് കണ്ടില്ലേ, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു തിക്നെസ് ഉള്ള പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നെറ്റ്മഗ് ഗ്രേറ്റ് ചെയ്തിടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നിങ്ങൾ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഫ്ലേവർ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാക്കറോണി കൂടി മിക്സ് ചെയ്താൽ ബെഷമൽ സോസ് പാസ്ത റെഡിയായി. പിന്നെ നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പാസ്ത സെറ്റായി കേട്ടോ. അതായത് ബെഷമൽ സോസ് ചിക്കൻ പാസ്ത സെറ്റായി. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.